നമുക്കൊന്നും കേട്ടുകേൾവി പോലുമില്ലാത്ത രസകരമായ രോഗങ്ങളാണ് ഈ ചൈനക്കാർക്കും കൊറിയക്കാർക്കും ഒക്കെ ഉള്ളത് കേട്ടോ. ഇപ്പൊ തന്നെ ദേ ഈ പയ്യന്റെ അവസ്ഥയൊന്ന് കേട്ടെ. അവനൊരു 5 സെക്കൻഡിൽ കൂടുതൽ ആരുടെയെങ്കിലും ശരീരത്തിൽ തൊട്ട് കഴിഞ്ഞാൽ അവൻ അയാളുടെ രൂപത്തിലേക്ക് മാറുന്നതായിരിക്കും. ഒരു 3 ദിവസം കഴിയാതെ അവന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് അവൻ വരില്ല. കേൾക്കുമ്പോ രസമല്ലേ? ഇതിലും രസകരമായ കാര്യങ്ങളാണ് ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഈ പയ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. 2022 റിലീസായ ലവ് മീ ഇൻ 3 ഡേയ്സ് എന്ന വളരെ രസകരമായ ഒരു കഥയാണ് കാണാൻ പോകുന്നത്. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അങ്ങനെ കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായകനായ ഒരു യുവ സിഇഒയെ കാണിച്ചുകൊണ്ടാണ്. ആളുടെ പേര് ഈ ഫാൻ എന്നാണ്. ഈ ഫാൻ പുറമേന്ന് നോക്കുന്ന ഒരാളുടെ കണ്ണില് വളരെയേറെ മനോഹരമായ, ആരും കണ്ടാൽ അസൂയപ്പെടുന്ന ഒരു ജീവിതം നയിക്കുന്ന ഒരാളാണെങ്കിലും ഈ ഫാന് ആരോടും പറയാൻ കഴിയാത്ത, പറഞ്ഞാൽ തന്നെ ആരും നേരിട്ട് കാണാതെ വിശ്വസിക്കാത്ത ഒരു പ്രത്യേകതരം അസുഖമുണ്ട്. ആൾ ആരുടെയെങ്കിലും കയ്യിലോ ശരീരത്തോ ഒരു 5 സെക്കൻഡിൽ കൂടുതൽ ഫിസിക്കലായി കോണ്ടാക്ട് ചെയ്താൽ അല്ലെങ്കിൽ ഒന്ന് ടച്ച് ചെയ്താലൊക്കെ ആ ആളുടെ രൂപത്തിലേക്ക് ഈ ഫാൻ മാറുന്നതാണ്. കേൾക്കുമ്പോൾ വളരെ വിചിത്രമായി തോന്നുമെങ്കിലും ഇത് ഈ ഫാനുള്ള ഒരു അവസ്ഥ തന്നെയാണ്. അങ്ങനെ ഈ ഒരു പ്രശ്നങ്ങളിലൊക്കെ പെട്ട് ഈ ഫാൻ കഴിവതും ആരുടെയും ശരീരത്തിൽ ഒരു 5 സെക്കൻഡിൽ കൂടുതൽ തൊടാതിരിക്കാനായി ശ്രമിക്കാറുണ്ട്. പക്ഷെ അബദ്ധവശാൽ തൊട്ടുകഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. അങ്ങനെ ഈ ഫാന്റെ കാര്യങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ കഥാനായികയായ ലുവോ ഒരിക്കൽ അവളുടെ ബോയ് ഫ്രണ്ടിനെ കാണാനായി ഒരു ഹോട്ടലിലേക്ക് ചെല്ലുന്നു. അവിടെ അവൾ എത്തുമ്പോൾ തന്നെ ബോയ് ഫ്രണ്ടിനെ കാണുന്നതിൽ വളരെ എക്സൈറ്റഡ് ആയിരുന്നെങ്കിലും കാണുന്ന കാഴ്ച അവളുടെ ബോയ് ഫ്രണ്ടായ സിംഗ് അവിടെ ഇവളുടെ തന്നെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കൂടെ ഒന്നിച്ചുണ്ടായിരുന്നതാണ്. അത് കണ്ട് ആകെ അമ്പരക്കുന്നവൾ പക്ഷെ അങ്ങനെ അമ്പരന്ന് നിൽക്കാതെ അവിടെ വഴക്കുണ്ടാക്കാനായി തുടങ്ങുന്നു. അങ്ങനെ ഹോട്ടലിന്റെ ഫ്രണ്ടിൽ കിടന്ന് ഇവർ അടിയാവുമ്പോ അങ്ങോട്ടേക്ക് യാദൃശികമായി ഈ ഫാൻ വരുന്നു. തുടർന്ന് ഈ ഫാനിന് വേണമെന്ന് വെച്ചല്ലെങ്കിൽ പോലും ഇതിന്റെ ഇടയിൽ പെട്ടുപോകേണ്ട ഒരു അവസ്ഥ വരുന്നു. ആ ഒരു സമയം അങ്ങനെ അതിന്റെ ഇടയിൽ ഈ സിംഗ് ആകട്ടെ ഈ ഫാന്റെ കയ്യിൽ 5 സെക്കൻഡിൽ കൂടുതൽ ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉടനെ തന്നെ അവൻ സിംഗിന്റെ രൂപത്തിലേക്ക് മാറുന്നു. അവിടെ ആ ഒരു ടീം ഡിസ്ട്രാക്ഷനിൽ സിംഗ് ഒരു വഴിക്ക് പോകുന്നു. അതേ ടീം ഈ ഫാനും താനിപ്പോ രൂപം മാറിയത് ആരും കാണാതിരിക്കാനായി വേഗം അവിടെ നിന്ന് തന്റെ അവിടുത്തെ റൂമിലേക്ക് നടന്നു പോകുന്നുണ്ടെങ്കിലും എന്നെ പറ്റിച്ചിട്ട് ഇയാൾ അങ്ങനെ അങ്ങ് പോണ്ടെന്നുള്ള കണക്കുകൂട്ടലിൽ ഇത് തന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് കരുതി ലൂവും അവനെ ഫോളോ ചെയ്ത് അവന്റെ റൂം വരെ എത്തുന്നു. എന്നിട്ട് ഇത് അവളുടെ ബോയ് ഫ്രണ്ട് ആണെന്ന് കരുതി അവൾ അവനോട് വഴക്കുണ്ടാക്കാനായി തുടങ്ങുമ്പോൾ ഞാൻ നിന്റെ ബോയ് ഫ്രണ്ട് അല്ല എന്ന് പറഞ്ഞ് അവൻ അവളെ ഡൈവേർട്ട് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും അവൾ ഉണ്ടോ കേൾക്കുന്നു. അങ്ങനെ ആർഗ്യുമെന്റിന്റെ ഇടയിൽ അവൾ വീഴാനായി പോകുമ്പോൾ അവൻ സേവ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ അതൊടുക്കം മറിഞ്ഞു വീണ് ഒരു ആക്സിഡന്റൽ കിസ്സിലാണ് കലാശിക്കുന്നത്. കിസ് അടിച്ച പാടെ സിംഗിന്റെ രൂപത്തിലുണ്ടായിരുന്ന ഈ ഫാൻ തിരികെ തന്റെ ഒറിജിനൽ രൂപത്തിലെത്തുന്നു. എന്താ ഈ നടന്നതെന്ന്, ഈ നടന്ന സംഭവങ്ങളെല്ലാം ലൈവായി കൺവെട്ടത്ത് കണ്ടുകൊണ്ടിരുന്ന ലൂയയ്ക്ക് മനസ്സിലാവുന്നില്ല. അവളാകെ ഞെട്ടലിൽ നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് യഥാർത്ഥ സിംഗിന്റെ വരവ്. അവൻ ലൂയയെ അന്വേഷിച്ച് ഇവിടെ എത്തിയപ്പോ ഈ കിസ്സൊക്കെ കണ്ടിരുന്നു. നീ എനിക്ക് വേറെ റിലേഷൻ ഉണ്ടെന്നും പറഞ്ഞ് എന്നെ കൂടുതൽ കുറ്റപ്പെടുത്തുന്നതിന് മുന്നേ നീ ഇവിടെ എന്തിപ്പോ കാണിച്ചത്? ഇയാള് നിന്റെ ബോയ് ഫ്രണ്ട് അല്ലെന്നും പറഞ്ഞ് അവൻ തട്ടിക്കയറുമ്പോ അങ്ങനെയൊന്നും അല്ലെന്നും പറഞ്ഞ് ലോ വിശദീകരിക്കാൻ വരുന്നത് ഈ ഫാൻ തടയുന്നു. അതെ, ഞങ്ങൾ തമ്മിലെ റിലേഷനില്ല, ഞാനിപ്പോ ഇവളെ കിസ് ചെയ്തെന്നും പറഞ്ഞ് അവൻ അവളെ ചേർത്ത് നിർത്തുമ്പോ സിംഗ് അങ്ങ് കല്ലി തുള്ളി പോകുന്നു. ഈ ഒരു ടീം എന്തിനിങ്ങനെ പറഞ്ഞതെന്ന് ലോ ചോദിക്കുമ്പോ നീ ഇപ്പൊ കണ്ടില്ലേ, ഇതാ എന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. ഞാൻ ഇങ്ങനെ ആരെങ്കിലും ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ 5 സെക്കൻഡിൽ കൂടുതൽ ആ ടച്ച് പോയാൽ ഞാൻ അവരുടെ രൂപത്തിലേക്ക് മാറും. പിന്നീട് എന്റെ രൂപത്തിലേക്ക് ഞാൻ എത്താനായി 3 ദിവസങ്ങളെങ്കിലും എടുക്കും. നീ എന്നെ കിസ് ചെയ്തപ്പോ അത് അറിഞ്ഞുകൊണ്ടല്ലാത്ത ഒരു കിസ് ആണെങ്കിൽ പോലും ഞൊടിയിടയിൽ ഞാൻ എന്റെ യഥാർത്ഥ രൂപത്തിൽ മാറിയത് കണ്ടോ? അപ്പോ എന്റെ ഈ ഒരു അസുഖത്തിനുള്ള മറുമരുന്ന് നിന്റെ കിസ്സാണെന്നാ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നിനക്ക് എന്നെ സഹായിച്ചൂടെ? നിനക്ക് എന്റെ കൂടെ എനിക്ക് ഇങ്ങനത്തെ പ്രശ്നം വരുമ്പോ എനിക്ക് കിസ് തന്ന് എന്നെ നേരെയാക്കുന്ന ഒരാളായി കൂടെ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അതൊരു വിവാഹം എന്ന രീതിയിലാണെങ്കിലും കുഴപ്പമില്ല എന്നാണ് അവൻ വിചാരിക്കുന്നത്. കാരണം അവൻ എങ്ങനെങ്കിലും ഈ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടണം. 3 ദിവസമൊക്കെ വേറൊരാളുടെ രൂപത്തിലേക്ക് ഇങ്ങനെ മാറി ആ ഒരു സമയം കടത്തി വിടുന്നത് വളരെ പാടുള്ള കാര്യമല്ലേ? പക്ഷെ ഇത് കേൾക്കുന്ന അവളാകട്ടെ താൻ അത്തരത്തിലുള്ള ഒരു പെണ്ണല്ല, തന്നെ അതിന് കിട്ടില്ല എന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ഏത് വിധേനയും ഇവളെ തന്റെ കൂടെ നിർത്തണം എന്നതാണ് അവൻ ഇപ്പൊ ചിന്തിക്കുന്ന കാര്യം. എന്തായാലും അങ്ങനെ ഇരിക്കുകയാണ് ലൂയ്ക്ക് ഒരു ജോബ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായുള്ള അവസരം ലഭിക്കുന്നത്. അവൾ ഇന്റർവ്യൂവിന് വേണ്ടി പോയിരിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് അവൾ കഴിഞ്ഞ ദിവസം കണ്ട ഈ ഫാനിന്റെ കമ്പനിയിലേക്കുള്ള ഇന്റർവ്യൂ ആണെന്ന്. ആ ടീം തന്നെ ഒന്ന് ഡേറ്റ് ചെയ്തൂടെ എന്നൊരു റിക്വസ്റ്റ് അവൻ ചോദിക്കുമ്പോൾ അതിന് തയ്യാറല്ലാതെ അവൾ അവിടുത്തെ ജോലിയുടെ ഇന്റർവ്യൂ ഒന്നും അറ്റൻഡ് ചെയ്യാൻ നിൽക്കാതെ അവിടെ നിന്ന് ഇറങ്ങാനായി തുടങ്ങുകയാണ്. അതിനായി അവൾ ലിഫ്റ്റിലേക്ക് ചെന്ന് കയറുമ്പോൾ അവിടെ അവളുടെ ഫേവറേറ്റ് ആയ ആക്ടർ ചെന്നിനെ കാണുന്നു. ചെന്നിനെ കണ്ട എക്സൈറ്റ്മെന്റിൽ അവൾ നിൽക്കുമ്പോഴേക്കും അതേ ലിഫ്റ്റിലേക്ക് ഈ ഫാനും വന്ന് കയറുന്നു. തുടർന്ന് അവിടെ വെച്ച് ഈ ഫാനും ചെന്നിനും ഇടയിൽ നടക്കുന്ന സംസാരത്തിൽ നിന്ന് തന്നെ ഇവർ ബ്രദേഴ്സ് ആണെന്ന കാര്യം ലോയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. ചെന്നിന്റെ മുന്നിൽ വെച്ച് ലോയെ ഈ ഫാൻ പ്രപ്പോസ് ചെയ്യുന്നു. ആ ഒരു ടീം അവൾ അത് റിജക്ട് ചെയ്ത് ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങാനായി തുടങ്ങുമ്പോൾ ഓൾറെഡി താൻ അഭിനയിക്കാൻ പോകുന്ന സിനിമയിൽ ചോദിച്ചിട്ടും ഈ ഫാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്ന കാര്യത്തിൽ അവനോട് കുറച്ച് കലിപ്പുള്ള ചെന്നാകട്ടെ തന്റെ കൂടെ ഫുഡ് കഴിക്കാൻ വരുന്നു എന്ന് ലോയെ ക്ഷണിക്കുന്നു. അവളുടെ ഫേവറേറ്റ് ആക്ടർ ആണ് ഇവൻ. അതുകൊണ്ട് തന്നെ അവൾ കണ്ണും പൂട്ടി സമ്മതിക്കുന്നു. അങ്ങനെ ഫുഡ് കഴിക്കുന്ന ടീം എനിക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യാവോ? എന്റെ ചേട്ടൻ നിന്നെ പ്രപ്പോസ് ചെയ്തല്ലോ, നീ ആ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്ത് ചേട്ടന് എന്തോ ഒരു രഹസ്യമുണ്ട്, അതെന്താണെന്ന് കണ്ടുപിടിച്ച് എനിക്ക് പറഞ്ഞു തരാവോ? അതെനിക്ക് വളരെ
വളരെയധികം ഉപകാരമായിരിക്കും. എനിക്ക് ചേട്ടനെ അത് പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്ത് എന്റെ ഫിലിമിൽ ഇൻവെസ്റ്റ് ചെയ്യിക്കാൻ സാധിക്കുമെന്നെല്ലാം ചെൻ പറയുമ്പോൾ അതിനോട് ആദ്യം ലൂവിന് താല്പര്യമില്ലെങ്കിലും അവൾക്ക് അതിന് സമ്മതിക്കേണ്ടി വരുന്നു. കാരണം അവൾക്ക് ഒരു കടപ്പാട് ചെന്നിനോടുണ്ട്. പണ്ടൊരിക്കൽ അവൾ കുറച്ച് ബുള്ളി പിള്ളേർ മൂലം ഒരു ട്രെയിനിൽ അടഞ്ഞു കിടന്ന സമയം ആകെ പേടിച്ചരണ്ട അവളെ അതുവഴി വന്ന ചെന്നാണ് തുറന്നുവിട്ട് സഹായിച്ചത്. അത് മാത്രമല്ല അന്ന് ഫുൾ അവൾക്ക് അവൻ കൂട്ടിരിക്കുകയും ചെയ്തിരുന്നു. ഏറെ നേരം അവളോട് സംസാരിച്ചിരുന്നു. അവൾക്കൊരു ചെയിനും അവൻ ഗിഫ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ അടുത്ത ദിവസം രാവിലെ അവൾ കണ്ണു തുറക്കുമ്പോഴേക്കും അവൻ പോയിട്ടുണ്ടായിരുന്നു. അന്ന് അവൻ ഇത്ര ഫേമസ് ആയ ഒരു നടനൊന്നും അല്ല. ഒരു പക്ഷെ അന്ന് തന്നോട് ചെയ്ത ആ ഒരു സഹായമായിരിക്കാം ഇവനൊരു നടനായി മാറിയപ്പോ ഇവനെ തന്റെ ഫേവറേറ്റ് ആക്ടർ ആക്കി മാറ്റിയത്. എന്തായാലും അവനോട് ഒരു കടപ്പാടുള്ളത് കൊണ്ട് അവന് വേണ്ടി ഇത് അവൾ സമ്മതിക്കുന്നു. പക്ഷെ നേരിട്ട് ഈഫാന്റെ രഹസ്യം അറിയാമെങ്കിലും അത് അങ്ങനെ പറയുന്നത് ശരിയല്ല എന്ന് തോന്നുന്ന അവളാകട്ടെ നേരെ ഈഫാന്റെ അടുത്തേക്ക് ചെന്ന് ഞാൻ നിങ്ങളുടെ സെക്രട്ടറി ആയി കൂടെ നിൽക്കാം, ആ ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ട് നിങ്ങളെ ഞാൻ സഹായിക്കാം, അതിനപ്പുറം എന്നിൽ നിന്നൊന്നും പ്രതീക്ഷിക്കരുത് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അങ്ങനെ അത് കേൾക്കുമ്പോൾ തന്നെ ഈഫാൻ വളരെ ഹാപ്പി ആകുന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ ലോയ്ക്ക് ഈഫാൻ വേഗം തന്റെ അടുത്തേക്ക് വാ, താൻ രൂപം മാറിയെന്ന് പറഞ്ഞ് വിളിച്ച് ഇൻഫോം ചെയ്യുമ്പോൾ അവള് അങ്ങോട്ടേക്ക് പുറപ്പെടും മുന്നേ ചെന്നിന്റെ നമ്പറിലേക്ക് ഈഫാന്റെ ഓഫീസ് റൂമിലേക്ക് എത്തിയാൽ രഹസ്യം കൈയോടെ പൊക്കാമെന്ന ഒരു മെസ്സേജ് അയക്കുന്നു. പക്ഷെ ആ ഒരു ടീം ചെന്നിന്റെ മൊബൈലിലേക്ക് വരുന്ന ആ ഒരു മെസ്സേജ് കാണുന്നത് സ്റ്റെപ്പ് മദർ ആണ്. സ്റ്റെപ്പ് മദർ വേഗം തന്നെ ഓഫീസ് റൂമിലേക്ക് പുറപ്പെടുന്നു. അപ്പോഴേക്കും ഓഫീസ് റൂമിൽ എത്തുന്ന ലോ അവനെ കിസ് ചെയ്യാനായി ഒരുങ്ങുമ്പോൾ ആരോ റൂമിലേക്ക് വരുന്നത് മനസ്സിലാക്കുന്ന ഈഫാൻ അങ്ങട്ടെ അവളെ തടയുന്നു. സ്റ്റെപ്പ് മദർ വന്നിട്ട് ഒരുമാതിരി നോക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ട് പോകുമ്പോൾ എന്തൊക്കെയോ ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിലും ഈഫാൻ വേഗം അവളെ കിസ് ചെയ്ത് തന്റെ രൂപത്തിലേക്ക് മാറിയ ശേഷം എന്റെ രഹസ്യം ആരോടും പറയരുത്, അത് വലിയ പ്രശ്നമാകുമെന്ന് അവൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. അങ്ങനെ പിന്നീട് ലുവോ രൂപം മാറുന്ന ഈഫാന്റെ വീഡിയോസ് അവൻ അറിയാതെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് പിന്നീട് അവളുടെ ലാപ്ടോപ്പിൽ കിടന്ന് ഈഫാൻ കാണുകയും അവളോട് അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ അവൾ യഥാർത്ഥ കാര്യങ്ങൾ വെളിപ്പെടുത്താതെ ഈഫാനെ കാണാൻ തനിക്ക് വളരെ ഇഷ്ടമാണെന്നും ഈഫാൻ ഷർട്ട് അടിക്കുമ്പോൾ അവന്റെ മസിലും സിക്സ് പാക്കും ഒക്കെ തന്നെ വളരെ അട്രാക്ട് ചെയ്യുന്നുണ്ടെന്നും ആ വീഡിയോസ് കാണാനായിട്ടാണ് താൻ അത് ചെയ്തതെന്നും പറയുന്നു. അതിൽ സത്യമില്ല എന്ന് തോന്നുന്നവൻ ഇവളെ കൊണ്ട് തന്നെ സത്യം പറയിപ്പിക്കാനായി ഇവളെ ഒന്ന് പീഡിപ്പിക്കാനായി ഇവളെ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോകുന്നു. ആദ്യം അവള് ധൈര്യത്തോടെ നിൽക്കുന്നുണ്ടെങ്കിലും പിന്നീട് ഇവൻ വല്ലതും ചെയ്യുമോ എന്ന പേടിയിൽ അവൾ സത്യങ്ങൾ തുറന്നു പറയുന്നു. ആ ഒരു ടീം തന്നെ പറ്റിയുള്ള സത്യങ്ങൾ ആരോടും തുറന്നു പറയരുത്, പ്രത്യേകിച്ച് തന്റെ സ്റ്റെപ്പ് മദർ അത് അറിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണെന്ന് അവൾക്ക് അവൻ വീണ്ടും മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവളെയും കൂട്ടി നേരെ അവളുടെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ ലൂന്റെ അമ്മയുടെ മുന്നിൽ അവളുടെ ബോയ് ഫ്രണ്ട് ആണെന്ന രീതിയിൽ അവൻ സംസാരിച്ചിരിക്കുന്നതൊന്നും അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇവനിട്ട് ഒരു പണി കൊടുക്കാനായി അമ്മ അവനെ ഫുഡ് കഴിക്കാനായി ക്ഷണിച്ചത് ഇഷ്ടപ്പെടാതെ അവിടെയുള്ള പാത്രങ്ങളൊക്കെ അവൻ കഴുകുന്ന രീതിയിൽ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ തന്റെ മകൾ ഒരു ബ്രേക്കപ്പിലൂടെ കടന്നുപോയി വീണ്ടും ഒരു റിലേഷനിലാവുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ടായിരുന്ന അമ്മ അവര് രണ്ടുപേരും ഒന്നിച്ച് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യട്ടെ എന്ന് ഓർത്ത് നൈസായി അവിടെ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴി പൂട്ടിയിട്ടാണ് പോയതെന്ന കാര്യമൊന്നും ഇവർക്കറിയില്ല. ഈ ടീം കുളിക്കാൻ പോയ ലൂ അവിടെ തെന്നി അടിച്ച് വീഴുന്നു. ആ ഒരു ശബ്ദം കേട്ട് എന്ത് പറ്റിയെന്ന് നോക്കാനായി ഈ ഫാൻ ചെല്ലുമ്പോ പെട്ടെന്ന് ഇങ്ങനെ കണ്ട അമ്പരപ്പില് അവൾ കയ്യിൽ കിട്ടിയ സോപ്പ് എടുത്ത് അവനെ എറിയുന്നു. അവന്റെ നെറ്റിൽ കൊണ്ട് നല്ല വേദന എടുക്കുന്ന അവൻ അവിടെ വിട്ട് പോകാനായി നോക്കുമ്പോൾ കഥക് തുറക്കാൻ പറ്റുന്നില്ല. കുളിയൊക്കെ കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി വരുന്ന ലോ അവന്റെ നെറ്റിയിൽ ഏറുകൊണ്ട പാട് കണ്ട് മരുന്ന് വെച്ച് കൊടുക്കുമ്പോൾ അവളുടെ കയ്യിലും തെന്നി വീണപ്പോ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് അവനും മരുന്ന് വെച്ച് കൊടുക്കുന്നു. ശേഷം പുറത്തേക്ക് ഇറങ്ങാൻ വഴിയില്ലാതെ രണ്ടുപേരും അവിടെ ഇരുന്ന് ബോറടി മാറ്റാനായി സംസാരിക്കുന്നു. ആ ടീം തന്റെ അമ്മ മരിച്ച കാര്യം ഈഫാൻ പറയുന്ന പോലെ തന്റെ അച്ഛൻ മരിച്ച കാര്യം ലോയും പറയുന്നു. പറഞ്ഞു വരുമ്പോൾ രണ്ടുപേരും ലൈഫിൽ ഒരുപോലത്തെ നഷ്ടങ്ങളിലൂടെയും സങ്കടങ്ങളിലൂടെയും ഒക്കെ കടന്നു പോയവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പരസ്പരം റിലേറ്റ് ചെയ്യാനായി സാധിക്കുന്നുണ്ട്. കൂടാതെ അവൻ അവൾക്ക് വേണ്ടി ഒരു പാട്ട് പാടുന്നു. അപ്പോഴും അവൻ മുന്നേ മരുന്ന് വെച്ച് കൊടുത്തപ്പോഴും ഒക്കെ അവനോട് വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് ഉള്ളിന്റെ ഉള്ളിൽ ലൂയ്ക്ക് ഫീൽ ചെയ്തെങ്കിലും അവൾ അത് കാര്യമാക്കുന്നില്ല. എന്തായാലും അടുത്ത ദിവസം അവൾ ചെന്നിനെ കോണ്ടാക്ട് ചെയ്ത് അവനെ നേരിട്ട് കണ്ട് അവനോട് ഈഫാനെ പറ്റിയുള്ള സത്യങ്ങൾ പറയുന്നു. പക്ഷേ ഈ സത്യങ്ങൾ കേട്ടിട്ട് ചെന്നിന്റെ മുഖത്ത് ഭാവമാറ്റം വരാത്തപ്പോ എന്താ ഇത് എന്നൊരു ഡൗട്ട് ലോയ്ക്ക് തോന്നിയിരുന്നു. അവളുടെ സംശയം ശരിയായിരുന്നു, അത് യഥാർത്ഥ ചെന്നല്ല. അബദ്ധത്തിൽ ചെന്നിന്റെ കയ്യിൽ തൊട്ട് ചെന്നിന്റെ രൂപത്തിലേക്ക് മാറിയ ഈഫാൻ ആയിരുന്നു അത്. അവനാണ് ചെന്നിനെ ലൂ കോണ്ടാക്ട് ചെയ്ത കാര്യം അറിഞ്ഞ് ചെന്നെത്തും മുന്നേ ഇങ്ങോട്ടേക്ക് എത്തിയത്. എന്തായാലും അവൾ ആ ഞെട്ടലില് ചമ്മി നിൽക്കുമ്പോഴാണ് അവിടേക്ക് യഥാർത്ഥ ചെൻ വരുന്നത്. അവൻ തന്റെ തന്നെ രൂപത്തിൽ ഒരാളെ കണ്ട് പെട്ടെന്ന് പേടിച്ച് ബോധം കെട്ടി വീഴുന്നു. ഈ ഒരു സമയം ലൂയെ കിസ് ചെയ്ത് തന്റെ രൂപത്തിലേക്ക് മാറുന്ന ഈ ഫാൻ എന്നെ പറ്റിയുള്ള രഹസ്യം പറയരുത് എന്ന് വീണ്ടും അവളെ ഓർമ്മിപ്പിച്ച് അവിടെ നിന്ന് പോകുന്നു. അപ്പോഴേക്കും തറയിൽ ബോധം കെട്ടി കിടന്ന ചെന്നിനെ തട്ടി വിളിക്കുന്ന ലൂവിന്റെ ചിത്രം അവിടെ മറഞ്ഞു നിന്ന് ആരോ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് പ്രചരിച്ച് ചെന്നും ലൂവോയും റിലേഷൻ ആണെന്ന രീതിയിൽ പിന്നീട് അങ്ങോട്ട് ഗോസിപ്പുകളുടെ ഒരു ഘോഷയാത്രയായിരുന്നു. തുടർന്ന് അതിൽ നിന്ന് ലൂവയെ രക്ഷിക്കാനായി ഇവൾ എന്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് ഒരു പ്രസ് മീറ്റ് നടത്തി ഈ ഫാൻ അവളുടെ കയ്യിൽ ഒരു മോതിരമൊക്കെ ഇട്ടു കൊടുക്കുന്നു. ലൂ അതിൽ നിന്ന് മാറാൻ സാധിക്കാതെ അവൾക്കും ഈ ഗോസിപ്പിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായി ഈ ഫാന്റെ ഗേൾ ഫ്രണ്ടായി തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ അഭിനയിക്കേണ്ടി വരുന്നു. അങ്ങനെ അഭിനയിച്ച് ഇവരെ ഏതാണ്ട് നല്ല ക്ലോസ് ആവുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം യാദൃശികമായി ലൂനെ തേച്ച് അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെയും ബോയ് ഫ്രണ്ടിനെയും വീണ്ടും കണ്ടുമുട്ടുന്നു. ആ ഒരു ടീം അവളെ ആക്ഷേപിച്ച് സംസാരിക്കുന്ന ആ എക്സ് ബെസ്റ്റ് ഫ്രണ്ട് അവളെ അടിക്കാനായി കൈയൊങ്ങുമ്പോ അത് ഈ ഫാൻ തടുക്കുന്നു. പക്ഷെ 5 സെക്കൻഡിൽ കൂടുതൽ അവളെ തൊട്ടതുകൊണ്ട് തന്നെ അവൻ രൂപം മാറും എന്ന് മനസ്സിലാക്കി ഈ ഫാനും ലൂവും അവിടെ നിന്ന് മാറുന്നു. അങ്ങനെ തിരിച്ച് ലൂവിന്റെ താമസ സ്ഥലത്ത് എത്തുമ്പോഴേക്കും അവന്റെ രൂപം ആ ഫ്രണ്ടിന്റെ രൂപത്തിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ടീം അവൻ കിസ് ചെയ്യാനായി അവളോട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അവൾക്ക്
തീരെ ഇഷ്ടമല്ലാത്ത ആ ഫ്രണ്ടിന്റെ രൂപത്തിൽ നിൽക്കുന്ന അവനെ കിസ് ചെയ്യാനായി അവൾ തയ്യാറാവുന്നില്ല. പക്ഷെ ഭാഗ്യവശാൽ ആക്സിഡന്റലി മറ്റൊരു കിസ് അവിടെ സംഭവിക്കുകയും അങ്ങനെ അവൻ രൂപം മാറുകയും ചെയ്യുന്നു. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു ദിവസമാണ് ചെന്നിന്റെയും ഈഫാന്റെയും കൂടെ ലോ ഉള്ള ടീം അവിടേക്ക് മറ്റൊരു പെൺകുട്ടി എത്തുന്നത്. അവളുടെ പേര് ഏമി എന്നാണ്. ഏമി ഇവരുടെ സ്റ്റെപ്പ് മദറിന്റെ സഹായത്തോടെ ഈഫാനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അവൾ ഇവരുടെ വിവാഹകാര്യമൊക്കെ പറയുമ്പോൾ അത് കേൾക്കുന്ന ലൂവിന് വല്ലാത്ത സങ്കടമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തനിക്ക് അവളോട് താല്പര്യമില്ലെങ്കിലും തന്നെ ഇവൾ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് കൊണ്ട് തന്നെ ഈഫാൻ പിന്നീട് ഏമിയുടെ അടുത്തേക്ക് ചെന്ന് അങ്ങനെ ഒരു വിവാഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് അവളെ അറിയിക്കുന്നു. അതിനുശേഷം അടുത്ത ദിവസം ചെൻ ലൂവിനെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ടീം അവൾ അത് റിജക്ട് ചെയ്യുന്നു. ഈ ഒരു കാര്യം അറിഞ്ഞ വേഗം തന്നെ ഒരുപക്ഷെ താൻ ഏമിയെ വിവാഹം കഴിക്കും എന്ന് തെറ്റിദ്ധരിച്ച് ലൂ തന്നെ വേണ്ടാന്ന് വെച്ചാലോ എന്ന് പേടിച്ച് വേഗം അങ്ങോട്ടേക്ക് ചെല്ലുന്ന ഈഫാൻ അവളോട് അവന്റെ ഇഷ്ടം തുറന്നു പറയുന്നു. ഇത്തവണ അവൾക്ക് അത് റിജക്ട് ചെയ്യാനായി കഴിയുന്നുണ്ടായിരുന്നില്ല. അവളും അവളുടെ ഉള്ളിലെ ഇഷ്ടം തുറന്നു പറഞ്ഞ് രണ്ടുപേരും അങ്ങനെ ഒഫീഷ്യലി കപ്പിളായി മാറുന്നു. ഇവരിങ്ങനെ ഹാപ്പിയായി ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഈഫാനെ പിന്തുടർന്ന് ഇങ്ങോട്ടേക്ക് എത്തിയ ഏമി കണ്ടിരുന്നു. അവൾക്ക് നല്ല കലിയിളകുന്നു. അപ്പൊ ഇവള് കാരണമാണ് ഈഫാൻ തന്നെ വേണ്ട എന്ന് വെക്കുന്നത്, അവൻ തന്നെ ഇഷ്ടപ്പെടാത്തത് എന്നെല്ലാം അവൾക്ക് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ ഇവരെ തമ്മിൽ തെറ്റിക്കാനായി വഴികൾ നോക്കി നടക്കുന്ന ഏമിയുടെ കയ്യിൽ അവൾ വെച്ചിരുന്ന ഹിഡൻ ക്യാമറയിൽ ഈഫാന്റെ രഹസ്യങ്ങൾ പതിയുന്നു. അവൾ വേഗം തന്നെ അത് സ്റ്റെപ്പ് മദറിനെ ഏൽപ്പിക്കുന്നു. തുടർന്ന് അവർ അത് കമ്പനിയിലെ ബോർഡ് മെമ്പേഴ്സിന്റെ മുന്നിൽ പ്രസന്റ് ചെയ്ത് ഇവനെ നാണം കെടുത്താനായി തീരുമാനിക്കുന്നു. അവർ മീറ്റിംഗ് വിളിച്ചുകൂട്ടി ലൈവായി ആളുകളെ ഇത് അറിയിക്കാനായിട്ടാണ് തീരുമാനിച്ചത്. അല്ലാതെ വീഡിയോ കാണിച്ചാൽ എഡിറ്റഡ് ആണ് എന്നൊക്കെ പറയാമല്ലോ. അങ്ങനെ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് ഈഫാനെ വിളിച്ചു വരുത്തുന്നവർ അവന്റെ കയ്യിൽ തൊടുന്നു. പക്ഷെ അവൻ ഉടനെ ട്രാൻസ്ഫോം ആകുന്നതിന് മുന്നേ അവിടേക്ക് ഇത് അറിഞ്ഞെത്തുന്ന ലൂവോ അവനെ കിസ് ചെയ്യുകയും അവൻ അവനായി തന്നെ തുടരുകയും ചെയ്യുന്നു. തുടർന്ന് അവന് മാറ്റമൊന്നും വരാത്തപ്പോ ഇതിന്റെ ഗുഡൻസ് മനസ്സിലാവാതെ സ്റ്റെപ്പ് മദർ ആകെ ചമ്മി നിൽക്കുമ്പോ ഇതാണ് എന്റെ ഗേൾ ഫ്രണ്ട് എന്നും പറഞ്ഞ് അവിടെ എല്ലാവരുടെയും മുന്നിൽ അവൻ അവളെ പരിചയപ്പെടുത്തുന്നു. തുടർന്ന് അവർ ഹാപ്പിയായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ചെൻ അവളെ വന്നു കണ്ട് ഈഫാൻ അവന്റെ സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായി തയ്യാറായെന്നും മുന്നേ ഒരു സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്തപ്പോ അത് വളരെ ഫ്ലോപ്പായി നഷ്ടമായ കാര്യം പറഞ്ഞാണ് ഇത്രയും നാൾ മടിച്ചതെന്നും ഇപ്പോ പക്ഷെ മനസ്സ് മാറി തന്നെ സഹായിക്കാൻ തയ്യാറായെന്നുമുള്ള കാര്യങ്ങൾ അറിയിക്കുന്നു. കൂടാതെ ഒരു ചെയിൻ ലൂവിന് കൊടുത്തിട്ട് ഇത് അന്ന് ഞാൻ നിന്നെ പ്രപ്പോസ് ചെയ്തപ്പോ നീ റിജക്ട് ചെയ്തില്ലേ, അങ്ങനെ നീ അവിടെ നിന്ന് പോകുന്ന ടൈം നിന്റെ കയ്യിൽ നിന്ന് വീണ് പോയതാണെന്ന് പറയുന്നു. പക്ഷേ ഇത് നീ തന്നെ എനിക്ക് തന്ന ചെയിനാണെന്ന് ഓർമ്മയില്ലെന്ന് ചോദിക്കുന്നവൾ അന്നിവളെ ഇവൻ സഹായിച്ച കാര്യങ്ങളൊക്കെ പറയുമ്പോ അത് ഞാനല്ലല്ലോ എന്ന് അവൻ അവളോട് പറയുമ്പോഴാണ് അപ്പൊ ഇവനല്ല ഇവന്റെ രൂപത്തിൽ അന്ന് തന്റെ മുന്നിൽ വന്നത് ഈഫാൻ ആണെന്നൊരു ഡൗട്ട് അവൾക്ക് എത്തുന്നത്. അവൾ വേഗം തന്നെ ഈഫാന്റെ അടുത്തേക്ക് ചെന്ന് ഈ കാര്യത്തെ പറ്റി ചോദിക്കുമ്പോൾ അവൻ അതെ എന്ന് സമ്മതിക്കുന്നു. കാരണം അവന്റെ രൂപം അന്ന് മാറിക്കഴിഞ്ഞാൽ തിരികെ വരാനായി 3 ദിവസങ്ങൾ എടുക്കുമായിരുന്നല്ലോ. അങ്ങനെ അവസാന ദിവസത്തിന് മണിക്കൂറുകൾ ബാക്കി നിൽക്കുകയായിരുന്നു അവളെ അവൻ കണ്ടത്. തുടർന്ന് അവന്റെ രൂപം മാറുന്നത് അവൾ അറിയാതിരിക്കാനായി അവൾ ഉണരുന്നതിന് മുന്നേ അവൻ പോവുകയും ചെയ്തിരുന്നു. എന്തായാലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്ത സ്റ്റെപ്പ് മദർ എന്തോ ഒന്ന് കലക്കി അത് തന്ത്രപരമായി പ്രശ്നങ്ങൾ പറഞ്ഞു പരിഹരിക്കാം, എനിക്കിപ്പോ ഒരു ദുരുദ്ദേശവും ഇല്ല എന്നെല്ലാം സ്നേഹത്തോടെ സംസാരിച്ച് ഈഫാനെ കൊണ്ട് കുടിപ്പിക്കുന്നു. അത് കുടിച്ച് അവന് വല്ലാതെ ശരീരം മൊത്തത്തിൽ വയ്യാഴിക വരുന്നു. തുടർന്ന് അവൻ താമസ സ്ഥലത്തേക്ക് പോയതറിഞ്ഞ് അല്പം കഴിഞ്ഞ് അവിടേക്ക് ചെല്ലുന്ന സ്റ്റെപ്പ് മദർ അവിടെ കാണുന്നത് ഈഫാൻ ധരിച്ചിരുന്ന അതേ വസ്ത്രത്തിൽ അവിടെ ഇരിക്കുന്ന ലൂനെയാണ്. ഒരുപക്ഷെ അവൻ ഇവളുടെ രൂപത്തിലേക്ക് മാറിയതായിരിക്കാമെന്ന് കരുതി സ്റ്റെപ്പ് മദർ അവനോട് അവരുടെ മനസ്സിലിരിപ്പെല്ലാം പറയുന്നു. ഇവനെ കൊന്നിട്ടായാലും സ്വത്തെല്ലാം കൈക്കലാക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യമെന്നെല്ലാം അവർ പറഞ്ഞു തീരുമ്പോഴേക്കും അവിടേക്ക് യഥാർത്ഥ ഈഫാൻ വരുന്നു. അവൻ ഓൾറെഡി ഇവർ കലക്കി കൊടുത്ത വൈൻ കുടിച്ച് വയ്യാഴിക വന്നിട്ടുണ്ടായിരുന്നെങ്കിലും അത് ലൂനെ കിസ് ചെയ്ത് മാറിയിട്ടുണ്ടായിരുന്നു. അവന്റെ ശാരീരിക പ്രശ്നങ്ങൾ ഇവളുടെ ചുംബനത്തിലൂടെ മാറുന്നതാണ്. എന്തിനാണ് ഇവർ ഇത് ചെയ്തതെന്നറിയാനായി ഇവർ വരുന്നത് വരെ ആൾമാറാട്ടം നടത്തി രണ്ടുപേരും പ്ലാൻ ചെയ്തത് എന്തായാലും ഫലിച്ചു. അങ്ങനെ അങ്ങോട്ടേക്ക് ഇവർക്ക് പുറമെ ചെന്നും ഏമിയും ഒപ്പം ഇവിടെ നടന്ന കാര്യങ്ങളുടെ വീഡിയോ റെക്കോർഡ് ചെയ്ത് ഈഫാന്റെ PAയും വരുന്നു. ഏമിക്ക് ഒരിക്കലും ഈഫാനെ കൊല്ലുക എന്ന ലക്ഷ്യമില്ല. പക്ഷേ ഈ സ്റ്റെപ്പ് മദർ അതിന് മുതിരുന്നു എന്ന് കണ്ടപ്പോ അവൾ ഇവരെ പറ്റി ഒറ്റുകൊടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു ഈഫാന്റെയും ലൂവിന്റെയും അടുത്ത്. കള്ളക്കളി പൊളിഞ്ഞ വിഷമത്തിൽ സ്റ്റെപ്പ് മദർ കലിയിളകി ലൂവിനെ അവിടെ ഉണ്ടായിരുന്ന കത്തിയെടുത്ത് കുത്താൻ നോക്കുമ്പോ അത് തടയുന്ന ഈഫാനാണ് കുത്തിയേൽക്കുന്നത്. തുടർന്ന് അവനെ കുത്തിയ കേസിൽ സ്റ്റെപ്പ് മദർ ജയിലിലാവുന്നു. അവര് വിചാരിച്ചതുപോലെ അവർക്ക് സ്വത്തൊന്നും തന്നെ കൈയടക്കാനായി സാധിച്ചില്ല. കുറച്ചുനാൾ കുത്തേറ്റതിന്റെ ചികിത്സയും കാര്യങ്ങളും ഒക്കെയായി അങ്ങനെ അങ്ങ് കടന്നു പോകുന്നു. ഭാഗ്യവശാൽ അവൻ ആരോഗ്യത്തോടെ റിക്കവർ ആവുന്നു. തുടർന്ന് ഹാപ്പിയായി തങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈഫാനെയും ലൂവിനെയും നമ്മളിപ്പോ കാണുമ്പോൾ അവർക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത അവൾ അവനെ അറിയിക്കുന്നതും രണ്ടുപേരും അങ്ങനെ അവരുടെ ലൈഫിലെ ഒരു പുതിയ അതിഥിയെ വരവേൽക്കാനായി ഒരുപാട് സ്വപ്നങ്ങൾ ഒന്നിച്ച് കാണാൻ തുടങ്ങുന്നതും കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. രസകരമായ ഈ ഒരു ഫാന്റസി ലവ് സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം. വീണ്ടും കാണും വരെ ബൈ.